37 വർഷം സത്യദീപത്തിൻ്റെ എഡിറ്ററായി സാംസ്കാരിക, സാഹിത്യ, ദൈവശാസ്ത്ര മേഖലകളിൽ സംഭാവനകൾ നൽകി പടിയിറങ്ങുന്ന ഫാദർ പോൾ തേലക്കാട്ടിന് കലൂർ റിന്യൂവൽ സെൻ്ററിൽ കൊച്ചിയിലെ സാംസ്കാരിക സമൂഹം നൽകിയ യാത്രയപ്പ് സമ്മേളനം പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്തു. വാക്കുകളും എഴുത്തുകളും ദാർശനിക ചിന്തകളും വഴി അമരത്വം നേടിയ വ്യക്തിയാണ് ഫാദർ തേലക്കാട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും സാധിക്കില്ല എന്നതാണ്. ഒരു വലിയ പരിണിക്ക് ഞാനല്ലാതാവാൻ സാധിക്കില്ല എന്നത് വ്യക്തിത്വത്തിൻ്റെ ഒരു സവിശേഷതയാണ് വിളംബരം ചെയ്യുന്നത്. നമ്മളെല്ലാം വ്യക്തികളാണ്. വ്യക്തികൾക്കെല്ലാം വ്യക്തിത്വം ഉണ്ടാവണമെന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു പരിവേഷം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുള്ള വ്യക്തിയാണ് തേലക്കാട്ടച്ചൻ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷനായിരുന്നു. കഴിയുമ്പോഴാണ് ഒരു നഗരം പൂർണ്ണമാകുന്നത്. അങ്ങനെ ചിലരൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറേ കാലമായി എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു വിചാരം ഈ നഗരവാസികൾക്കുണ്ട്. അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൃഷ്ണയ്യർ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പല പേരുകളും, അപൂർവം പേരുകളെങ്കിലും ഇത് നഷ്ടബോധത്തോടെ പരാമർശിക്കാൻ നഗരവാസികൾ നിർബന്ധിതരാകാറുണ്ട്. ഇനിയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തേലക്കാടിനെ സംബന്ധിച്ച് അച്ഛൻ നമ്മളോട് വിടവാങ്ങുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഫാദർ തേലക്കാട്ടിൻ്റെ ആത്മകഥയായ കഥാവശേഷം കവയിത്രി വിജയലക്ഷ്മി പ്രകാശനം ചെയ്തു. മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ആദ്യപ്രതി ഏറ്റുവാങ്ങി. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ M. തോമസ് മാത്യു പുസ്തക പരിചയം നടത്തി. TM എബ്രാഹിം, ഫാദർ കുര്യാക്കോസ് പുത്തമാനായിൽ, ഫാദർ മാത്യു കിലുക്കൻ, ഫാദർ ജസ്റ്റിൻ കൈപ്രമാടൻ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, പ്രൊഫസർ സാൻ ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. ഫാദർ പോൾ തേലക്കാട്ട് മറുപടി പ്രസംഗം നടത്തി. നന്ദി പറയാൻ മാത്രമേ കഴിയുള്ളൂ. ഏറ്റവും വിചിത്രമായ കാര്യം, ദാനമായി നാം തിരിച്ചറിയുന്നില്ല എന്നാണ്. ഡെറീഡ എന്നെ പഠിപ്പിച്ചത് മാത്രമാണ്. ദാനങ്ങൾ എപ്പോഴും ആരും മഴ പെയ്യുന്നു എന്ന് നമ്മൾ പറയാറുള്ളൂ. മഴ പെയ്യുകയല്ല, മഴ ദാനമായി വരികയാണ്. തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് തരാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് റിപ്പോർട്ടർ.